നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിംഗ് എന്തെന്നാൽ മറ്റൊരു വ്യക്തിയുടെ, അതായത് നമ്മളുമായിട്ട് ബന്ധമുള്ള മറ്റൊരു വ്യക്തിയുടെ മനസ്സ് വായിക്കാൻ, അവരുടെയൊക്കെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്നറിയുവാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. റീഡിങ്ങിൻ്റെ അവസാനം ഇതുപോലുള്ളൊരു സിദ്ധി പെട്ടെന്ന് തന്നെ കൈവരുവാൻ വേണ്ടി ചൊല്ലേണ്ട ഒരു മന്ത്രം കൂടി പറയുന്നുണ്ട്. കാർഡ് സ്പ്രെഡ് ചെയ്യാം. ഓം നമഃ ശിവായ. എന്തൊക്കെ കാർഡ്സാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 7 of Wands, the Empress card, the Star, the Hanged Man, Queen of Wands, 2 of Cups, the Tower card, King of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന 3 of Pentacles ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ യൂണിവേഴ്സ് പറയുന്നത് ചുറ്റിനുമുണ്ടാകുന്ന നെഗറ്റീവ് എനർജിയിൽ നിന്നും നമ്മൾ സ്വയം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നാണ്. അതായത് നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് വഴക്കാവാം, ആവശ്യമില്ലാതെ നമുക്ക് വരുന്ന ഓരോരോ തോട്ട്സ് ആവാം. ഈ നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് എനർജീസിനെയും കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തിട്ട് പോസിറ്റീവ് എനർജി നമ്മളിൽ പ്രിസർവ് ചെയ്ത് വെക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എനർജി സേവ് ചെയ്യേണ്ടതാണ്. ഇതിൽ കൂടി മൈൻഡ് കംപ്ലീറ്റ് പോസിറ്റീവ് ആക്കി വെക്കുവാൻ സാധിക്കുന്നതാണ്. മൈൻഡ് പോസിറ്റീവ് ആക്കുന്നതിലൂടെ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തയിലിട്ട് വരികയും കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്യും. മറ്റുള്ളവരുടെ മനസ്സ്, അതായത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ, ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് പോസിറ്റീവ് ചിന്തയും കോൺസെൻട്രേഷനുമാണ്. അതുകൊണ്ട് തന്നെ എനർജി വേസ്റ്റ് ആക്കാതെ സേവ് ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്തതായി യൂണിവേഴ്സ് പറയുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്യൂ എന്നാണ്. നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും, നമുക്ക് സ്ട്രെസ്സ്, ആൻസൈറ്റി ഇവയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരിൽ നിന്നും അകന്നു നിന്ന് നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നേച്ചറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യേണ്ടത് മെഡിറ്റേഷനിലൂടെയാണ്. അത് രാവിലെ ചെയ്യുന്ന മെഡിറ്റേഷനിലൂടെ നമുക്കിത് നേടുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി വേണ്ടത് നമുക്കൊരു പ്രതീക്ഷയാണ്. നമ്മൾ എന്താണോ നേടുവാൻ ആഗ്രഹിക്കുന്നത് അത് 100% നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വിശ്വസിക്കുകയും സന്തോഷം കണ്ടെത്തുവാനും ശ്രമിക്കുക. മാക്സിമം നമ്മളുടെ ചിന്തകൾ പോസിറ്റീവായിട്ട് വെക്കുവാൻ ശ്രമിക്കുക. നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ തന്നെയും നമ്മളുടെ ചിന്തയിൽ നെഗറ്റീവിനേക്കാൾ കൂടുതലും പോസിറ്റീവായിരിക്കണം നിറഞ്ഞിരിക്കേണ്ടത്. നമ്മളുടെ ചുറ്റും എന്തൊക്കെ നടന്നു കഴിഞ്ഞാൽ തന്നെയും അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൊണ്ടുവരിക. എല്ലാ കാര്യം ലെറ്റ് ഗോ ചെയ്യുന്ന ഒരു ടൈപ്പ് പേഴ്സണാലിറ്റി. നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ മോശം സ്വഭാവമായിട്ട് തോന്നുന്നത് ആ സ്വഭാവത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക. അതിൽ നിന്നും ഒരു ചേഞ്ചാണ് കൊണ്ടുവരേണ്ടത്. ഇത് നിങ്ങളെ കൊണ്ട് 100% സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ആരുടെ മനസ്സിലുള്ള ചിന്തകളാണോ അറിയേണ്ടത് അവരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവരെ കോൾ ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കോണ്ടാക്ട് ചെയ്യരുത് എന്ന് പറയാനുള്ള റീസൺ എന്തെന്നാൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് ഒരു വേർഡ്സാണ് നിങ്ങൾ കേൾക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ആ പോസിറ്റീവായിട്ട് വെച്ചിരിക്കുന്ന ആ ചിന്തകളിൽ കംപ്ലീറ്റ് ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്രയും പ്രിപ്പയർ ചെയ്യുന്നത്, ആ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള 100% കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്തൊക്കെ നിങ്ങളുടെ മുമ്പിൽ വന്നാലും ധൈര്യപൂർവ്വം നേരിടുക. മാനിഫെസ്റ്റ് ചെയ്യുക. ആ ഒരു വ്യക്തിയായിട്ട് കൂടുതൽ അടുത്ത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ആ ഒരു വ്യക്തി തുറന്ന് സംസാരിക്കുന്ന രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുക.
ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക് നിങ്ങൾ ആരുടെയാണോ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ചിന്തയെ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കാര്യത്തിനായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചുറ്റിനും എന്തൊക്കെയാണോ നടക്കുന്നത് ആ കാര്യങ്ങളെയൊക്കെ വളരെ മെച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ട്രൈ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ദേഷ്യമുണ്ടാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായേക്കാം, നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന കാര്യങ്ങൾ ഉണ്ടായേക്കാം, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവുന്ന കാര്യങ്ങൾ ഉണ്ടായേക്കാം. ഇതൊക്കെ മാനേജ് ചെയ്ത് ആരൊക്കെ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ ട്രൈ ചെയ്താലും അവരെയൊക്കെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. നമ്മളുടെ ചുറ്റും കാണുന്ന ജീവജാലങ്ങളോടും മനുഷ്യരോടും ഒരു കരുണ ഉണ്ടായിരിക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ്. യൂണിവേഴ്സ് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുമായിട്ട് ആ ബന്ധമുള്ള വ്യക്തിയുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ആരുടെ സഹായം തന്നെ ഇല്ലാതെ സ്വയം കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ്. ആ വ്യക്തികൾ ആരുമാകാം. നിങ്ങളുടെ പേരൻസ് ആകാം, നിങ്ങളുടെ സഹോദരങ്ങളാവാം, നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തികളാവാം, ഭാര്യ ഭർത്താവും ആവാം. ഈ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മന്ത്രത്തിലൂടെ, മന്ത്രസിദ്ധി വരുത്തുന്നതിലൂടെ അറിയുവാനും സാധിക്കുന്നതാണ്. യൂണിവേഴ്സ് പറഞ്ഞ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ മന്ത്രം ചൊല്ലി സിദ്ധി കൈവരിച്ചാൽ നിങ്ങൾ വിചാരിച്ച കാര്യം എളുപ്പം തന്നെ നിങ്ങൾക്ക് നടത്തിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ആ മന്ത്രം എന്താണെന്ന് പറയാം. ഈ മന്ത്രത്തിലൂടെയും യൂണിവേഴ്സ് നമുക്ക് തന്ന മെസ്സേജിലൂടെയും ആ ഒരു വ്യക്തിക്ക് നമുക്ക് ടെലിപ്പതി മെസ്സേജും അയക്കാൻ സാധിക്കുന്നതാണ്. മന്ത്രം നോക്കാം. ഓം അം ചം ഡം വിചാരേണേന സോഹം ഈ ഊ ഷഡേന്ദ്രയാണി പ്രവക്ഷേ സ്വാഹ. മന്ത്രം ഒന്നുകൂടി ഉച്ചരിക്കാം. ഓം അം ചം ഡം വിചാരേണേന സോഹം ഈ ഊ ഷഡേന്ദ്രയാണി പ്രവക്ഷേ സ്വാഹ. മഹാദേവനെ ഗുരുവായി സങ്കല്പിച്ചിട്ട് വേണം മന്ത്രം ചൊല്ലി തുടങ്ങുവാൻ. അം എന്നത് 6ാം ഇന്ദ്രിയത്തിൻ്റെ ശക്തിയും ചം എന്ന ബീജാക്ഷരം പെട്ടെന്ന് 6ാം ഇന്ദ്രിയം ഉണരുവാനും ഡം എന്ന ബീജാക്ഷരം ശക്തി ഉണ്ടാവാനും ഈ എന്നത് കണ്ണും ഊ എന്നത് കാതുകളും ആകുന്നു. വളരെ ശാന്തമായ സ്ഥലത്തിരുന്ന് പരിശീലിക്കുക. ഏകാഗ്രത വളരെയധികം ആവശ്യമാണ് ഇത് ചെയ്യുവാൻ. ഈ മന്ത്രം ചൊല്ലുവാൻ തുടങ്ങുന്നതിന് മുന്നേ മെഡിറ്റേഷൻ ചെയ്ത് ഏകാഗ്രത കൈവരിക്കുക. അവരോടൊപ്പം ചിലവാക്കിയ നല്ല നിമിഷങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. അടുത്ത ദിവസവും ഇത് ആവർത്തിക്കേണ്ടതാണ്. ഏകാഗ്രത പൂർണ്ണമായും കൈവരിച്ച ശേഷം മാത്രമായിരിക്കണം മന്ത്രം ചൊല്ലി തുടങ്ങേണ്ടത്. ഒരു ദിവസം കുറഞ്ഞത് 1008 തവണയാണ് ജപിക്കേണ്ടത്. ഏത് ദിക്കിലേക്ക് വേണമെങ്കിലും തിരിഞ്ഞിരുന്ന് മന്ത്രം ചൊല്ലാവുന്നതാണ്. പ്രത്യേകിച്ച് സമയമോ ദിവസമോ ഒന്നും തന്നെ ഇല്ല. ശുദ്ധമായ സ്ഥലത്തിരുന്ന് വേണം മന്ത്രം ജപിക്കുവാൻ. ഏകാഗ്രത വളരെയധികം അത്യാവശ്യമാണ്. ജപിക്കുന്ന സമയത്ത് ആരുടെയും ശല്യങ്ങൾ ഉണ്ടാവാൻ പാടുള്ളതല്ല. നിശബ്ദമായ സ്ഥലത്തിരുന്ന് വേണം ജപിക്കുവാൻ. മന്ത്രം ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണോ ഉള്ളത് ആ ചിന്തകളൊക്കെ ആ വ്യക്തിക്ക് നിങ്ങളുടെ മനക്കണ്ണിലൂടെ അയക്കണം. അയാളുടെ മനസ്സിലുള്ള ചിന്തകളെ മനക്കണ്ണിൽ സങ്കല്പിക്കുകയും വേണം. ഉദ്ദേശിച്ച വ്യക്തിയുടെ വികാരങ്ങൾ ചിത്രങ്ങളായും ചിന്തകളായും പ്രതിബിംബങ്ങളായും സ്വയം അനുഭവിച്ചറിയുക. ഇത് നിരന്തരം ചെയ്യുന്നതിലൂടെ ആ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. എല്ലാവർക്കും 6ാം ഇന്ദ്രിയം ഉണർത്തുവാൻ സാധിക്കുന്നതല്ല, പക്ഷേ ഏകാഗ്രതയിലൂടെ ഒരു പരിധിവരെ പറ്റും. ഈ മന്ത്രത്തെപ്പറ്റി നിങ്ങളുടെ ഒരു അറിവിനായിട്ട് മാത്രം പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഒരു അറിവ് നേടുവാൻ വേണ്ടി മാത്രം സ്വീകരിക്കുക. താല്പര്യമുള്ള വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ മന്ത്രം. പറ്റുന്നവർ മാത്രം മന്ത്രം ജപിച്ചാൽ മതിയാകും. വളരെയേറെ വിശ്വാസത്തോടുകൂടി വേണം മന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുവാൻ. വ്യക്തമായും ദൃഢതയോടുകൂടിയും വേണം മന്ത്രങ്ങൾ ജപിക്കുവാൻ. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരുന്നതാണ്. യൂണിവേഴ്സ് തന്ന മെസ്സേജിലൂടെ മാത്രവും നിങ്ങൾക്കിത് നേടാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.